Hi all, welcome to Commate Educator. So in today's session, we are going to discuss a new topic, that is final accounts of companies. So we have already covered the basic concepts of accounting, then final accounts of sole proprietorship, partnership, then consignment account. Okay. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മുൻപ് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. സോ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഓക്കെ, അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് നമ്മൾ കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദെൻ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, എന്തൊക്കെയാണ് നോർമലി ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അതുപോലെ തന്നെയാണ് കമ്പനിക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്, പിന്നീട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു 4-5 കാര്യങ്ങളാണ് കമ്പനീസിന് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് ഇതിലും നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സോ companies should keep the books of accounts on an accrual basis and according to the double entry system of accounting. So companies എപ്പോഴും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലാണ്. എന്താണ് അക്രൂവൽ ബേസിസ്? നമുക്കറിയാം 2 ടൈപ്പാണുള്ളത്, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. ക്യാഷ് ബേസിസ് മീൻസ് ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ അതാണ് ക്യാഷ് ബേസിസ് എന്ന് പറയുന്നത്. ഇനി അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ഡ്യൂ ആവുന്നത്, ചിലപ്പം ഇൻകം ആവാം അല്ലെങ്കിൽ എക്സ്പെൻസ് ആവാം. നമ്മൾ ഡ്യൂ ആവുന്ന സമയത്ത് ആ ഒരു വർഷം നമുക്ക് ഡ്യൂ ആവുകയാണെങ്കിൽ അത് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റെൻറ്റ് കിട്ടാനുണ്ട്, ഓക്കെ, റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, നമുക്ക് റെൻറ്റ് റിസീവ് ചെയ്യാനുണ്ട്, ബട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു വർഷം നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട് അത് നമ്മുടെ ഇൻകത്തിൽ നമ്മൾ കാണിക്കും. ഓക്കെ, അതാണ് അക്രൂവൽ ബേസിസ് സിമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് കമ്പനീസ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 128 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എ കമ്പനി മസ്റ്റ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ആസ് പെർ സെക്ഷൻ 128 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ദെൻ ഈ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിങ്ങിൻ്റെയും ഫോർമാറ്റ് കൊടുക്കുന്നത് ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ദ ഫോർമാറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അത് ഓർത്ത് വെക്കുക, ഷെഡ്യൂൾ 3 ആണ് ഫോർമാറ്റ് എന്ന് കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ സെക്ഷൻ 128 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് മെൻഷൻ ചെയ്യുന്നത്. Then next, as per section 128 of the Companies Act, at the time of company's annual general meeting, it is mandatory for board of directors to lay down financial statements before the company. Okay. അതായത് എന്താണ്, സെക്ഷൻ 129 പ്രകാരം എന്താണ്, കമ്പനീൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അത് സെക്ഷൻ 129 പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സെക്ഷൻ 128 പ്രകാരം. അതുപോലെ തന്നെ ഫോർമാറ്റ് പറയുന്നത് ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട്. ദെൻ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൻ 129 ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി എന്തൊക്കെയാണ് കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? 5 കാര്യങ്ങളാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കമ്പനീസിൻ്റെ കേസിൽ നമ്മൾ നോർമലി പറയാറുള്ളത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യുക, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 1% കമ്പനീൻ്റെ കേസിൽ നമ്മൾ ഇതിൻ്റെ ഭാഗമല്ല. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമല്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 1% കമ്പനിക്ക് പ്രിപ്പയർ ചെയ്യാറില്ല. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് 1% കമ്പനി. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013.
ഓക്കെ, അപ്പം ഫോർമാറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഫോർമാറ്റ് ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഫോർമാറ്റ് മെയിൻലി പറയുന്നത് ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. ഇനി ചില കമ്പനീസ് ഉണ്ട്, അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ ഇതുപോലെയുള്ള കമ്പനീസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ആക്ട്സ് ആണ്. അപ്പോൾ ഈ ഓരോ കമ്പനീനെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആക്ട്സ് ഫോം ചെയ്തിട്ടുണ്ട്. അത്തരം കമ്പനീസ് അവരുടെ ആക്ട് പ്രകാരമുള്ള ഫോർമാറ്റാണ് ഫോളോ ചെയ്യാറുള്ളത്. So special acts are applicable for insurance, banking, electricity supply or any other class of companies to prepare the financial statements. While in case of all other companies, balance sheet and profit and loss statement is prepared as per part 1 and part 2 of schedule 3. അപ്പം ബാക്കി എല്ലാ ക്ലാസ് ഓഫ് കമ്പനീസും ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഈ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഓഫ് ദി ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ആണ് ബാക്കി എല്ലാ ക്ലാസ് ഓഫ് കമ്പനീസും ഫോളോ ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ന്യൂ ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 3 ഇൻ കമ്പനീസ് ആക്ട് 2013? ഓക്കെ, അപ്പോൾ ന്യൂ ഫോർമാറ്റ് പ്രകാരം എന്താണ്? പണ്ട് നമ്മൾ ടി ടൈപ്പ് ഓഫ് ബാലൻസ് ഷീറ്റാണ് പഠിച്ചിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ഷെഡ്യൂൾസ് ആയിട്ട് കാണിച്ചിരുന്നു, ഷെഡ്യൂൾ നമ്പർ കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ഷെഡ്യൂൾസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാറുള്ളത്. സോ വാട്ട് ആർ ദ ന്യൂ ഫീച്ചേഴ്സ്? First one, vertical format of presenting the balance sheet items and their classification into current and non-current heads. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഫോമാറ്റാണ് നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നോൺ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കാറുണ്ട്. Then second one എന്ന് പറയുന്നത് vertical format of profit and loss statement with the classification of expenses based on നേച്ചർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെർട്ടിക്കൽ ഫോമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസസ് എന്താണ് അതിൻ്റെ നേച്ചറിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വരുന്ന വീഡിയോ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫോമാറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിഫൈ ആവും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് ദി കൺസെപ്റ്റ് സ്കെഡ്യൂൾസ് ആൻഡ് സച്ച് ഇൻഫർമേഷൻ ഈസ് നൗ ഫർണിഷ്ഡ് ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്. അപ്പോൾ ഷെഡ്യൂൾസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പോയിട്ട് ഇപ്പം നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നുള്ള പുതിയൊരു കൺസെപ്റ്റാണ് കമ്പനീസിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. Then, it does not contain any specific disclosure for items included in Schedule 6 under the head Miscellaneous Expenditure. അപ്പോൾ എന്താണ്? അതായത് ഷെഡ്യൂൾ 6 നോർമലി നമ്മൾ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ ആണ് കാണിക്കാറുള്ളത്. അപ്പം അതിന് പ്രത്യേകിച്ചുള്ളൊരു സ്പെസിഫിക് ഡിസ്ക്ലോഷർ ഒന്നും, ഐറ്റത്തിൻ്റെ സ്പെസിഫിക് ഡിസ്ക്ലോഷർ ഒന്നും ഇപ്പം നമ്മൾ കൊടുക്കാറില്ല. മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറിന് സ്പെസിഫിക് ആയിട്ട് എന്ത് കാര്യങ്ങളൊന്നും സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. Then, debit balance of profit and loss statement will be disclosed as negative figure under reserves and surplus head. ഓക്കെ, അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഡെബിറ്റ് ബാലൻസ് നമ്മൾ എന്താണ്, അതായത് നമുക്ക് ലോസ് ആണ് വരിക. അത് നോർമലി നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഹെഡിൻ്റെ നെഗറ്റീവ് ഫിഗറായിട്ട് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ AS3. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. Then, the schedule gives prominence to AS in case of any conflict between AS and schedule. ഓക്കെ, അപ്പം ഈ ഷെഡ്യൂൾ 3 പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇനി ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഷെഡ്യൂളും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഷെഡ്യൂളിനായിരിക്കും അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. അതായത് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീൻ്റെ ബേസിക് ആണ് നമ്മൾ കവർ ചെയ്തത്. അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അതുപോലെ തന്നെ സെക്ഷൻ 128 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ് നമ്മൾ എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 129 പ്രകാരം ഒരു കമ്പനീൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം.
ദെൻ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ 5 കാര്യങ്ങളാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. ദെൻ നമ്മൾ പറഞ്ഞു ഫോമാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഷെഡ്യൂൾ 3 പ്രകാരമാണ്. അതുപോലെ തന്നെ ഇപ്പം പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വെർട്ടിക്കൽ ഫോമാറ്റിലാണ് നമ്മളിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഫോളോ ചെയ്തിട്ടാണ്. സോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി വരുന്ന കമ്പനീസ് ആക്ടിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.